എപ്പോഴാണ് ആ മനുഷ്യന്റെ കൊലപാതകം എന്ന് മനസ്സിലാക്കല്? ആ രണ്ട് പെൺമക്കളെയും വെച്ചിട്ട് ആ മനുഷ്യൻ തൂങ്ങോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ മക്കളെ? അവരെ ആടെ ആ കടത്തിയിട്ട് ചുംബിക്കുന്നത്, മഞ്ജൂസ ചുംബിക്കുന്ന ആ മനുഷ്യന്റെ തല നിങ്ങൾ കണ്ടിട? ആ പോസ്റ്റ്മോർട്ടം ചെയ്ത തലയാണോ അത്? ഇങ്ങനെ രക്ഷപ്പെടാൻ നിങ്ങൾ വിടല്ല മക്കളെ. ആ പൊന്നു മക്കളെ മുഖം കണ്ടിട്ട് ആ മനുഷ്യന് ഒരിക്കലും ചങ്കിന് കുടുക്കിടിയില്ല, ഒരിക്കലും ഇടൂല. നമസ്കാരം. ADM നവീൻ ബാബുവിന്റെ മരണം സംഭവിച്ച സാഹചര്യം അധികാരം കണ്ണും ഹൃദയവും കൊട്ടിയടച്ച ഒരു ഭരണകർത്താവ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ അവരുടെ അധികാര ദുരയും അധികാര ധാർഷ്ട്യവും നിർദ്ദയം പ്രസരിപ്പിച്ചതിനെ തുടർന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് നമുക്ക് കണ്ണും പൂട്ടി പറയാം. അഴിമതി ആരോപണം നേരിട്ട ഒരു ഉദ്യോഗസ്ഥൻ മനോവ്യഥയിൽ ആത്മഹത്യ ചെയ്തു എന്ന ഒറ്റവരി തീർപ്പിലെത്തേണ്ട വിഷയമല്ല അത്. അധികാര രാഷ്ട്രീയത്തിന്റെ ദുഷിപ്പ് ഒരു വ്യവസ്ഥയെ, ഒരു ഘടനയെ അകത്തു നിന്നും പുറത്തു നിന്നും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു ഉദാഹരണം തന്നെയാണിത്. നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങ് നടക്കുന്നിടത്തേക്ക് കടന്നു വന്ന് PP ദിവ്യ എന്ന ജില്ലാ ഭരണാധികാരി യാതൊരുവിധ തെളിവുമില്ലാത്ത സാമ്പത്തിക അഴിമതി ആരോപണം പരസ്യമായി ഉന്നയിക്കുന്നു. അതിനവർ ഉപയോഗിച്ച ഭാഷ വെണ്ണ പുരട്ടിയ കൊലക്കയർ പോലെ മിനുസമുള്ളതായിരുന്നു. അസാമാന്യമായ പകയും വ്യക്തി വൈരാഗ്യവും ഈഗോയും നിറഞ്ഞ വർത്തമാനം പറയാൻ വേണ്ടി മാത്രമാണ് PP ദിവ്യ അന്ന് ആ വേദിയിലേക്ക് എത്തിയത്. കണ്ണൂർ വിഷൻ എന്ന പ്രാദേശിക ചാനൽ ആ ദൃശ്യങ്ങൾ, PP ദിവ്യയുടെ പ്രസംഗ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യുകയും ചെയ്തു. ആ വ്യക്തിഹത്യാ ഭാഷണം വ്യാപകമായി പ്രചരിപ്പിച്ചു. അപമാനിക്കപ്പെട്ട ആ ഉദ്യോഗസ്ഥൻ ജീവനൊടുക്കി എന്നാണ് പിന്നീട് പുറത്തു വന്ന വാർത്ത. പുറത്തു വന്നിരുന്ന വാർത്തകൾ ഒന്നിച്ചു ചേർത്ത് വെക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാക്കുകയാണ്: നവീൻ ബാബുവിനെതിരായ അഴിമതി ആരോപണം ബോധപൂർവമായി സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ്. തന്റെ കരിയറിൽ ഉടനീളം സത്യസന്ധനും വിശ്വസ്തനുമായ ഉദ്യോഗസ്ഥനായിരുന്നു നവീൻ ബാബു എന്നതിന് സഹപ്രവർത്തകരും മന്ത്രിമാരും മേലുദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവരുടെ സാക്ഷ്യപ്പെടുത്തലുകൾ തെളിവായി നൽകുന്നു. CPIM എന്ന കേരളത്തിലെ ഭരണകക്ഷിയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും നവീൻ ബാബു കൂടി അംഗമായ ഇടതുപക്ഷ സർവീസ് സംഘടനയും അത് തന്നെയാണ് പറയുന്നത്. റവന്യൂ വകുപ്പ് അഴിമതിരഹിത ഉദ്യോഗസ്ഥരുടെ 2 വർഷം മുൻപ് തയ്യാറാക്കിയ രഹസ്യ പട്ടികയിലെ ആദ്യ സ്ഥാനക്കാരിൽ ഒരാൾ കൂടിയായിരുന്നു നവീൻ ബാബു. അങ്ങനെയുള്ള ഒരാൾ ജീവൻ ഒടുക്കി എന്ന് പറയുമ്പോൾ, അയാൾ കൈക്കൂലിക്കാരനാണ് എന്ന് ആരോപിക്കുമ്പോൾ ഒട്ടേറെ സംശയങ്ങൾ ഉയരുന്നത് സ്വാഭാവികം മാത്രം. മരണത്തിലെ ദുരൂഹതകൾ ദിനം പ്രതി വർദ്ധിക്കുമ്പോൾ നവീന്റെ കുടുംബത്തിന്റെ നീതിക്കായി കേരള സമൂഹം ഒന്നാകെ പ്രാർത്ഥനയോടെ മഞ്ജുഷയ്ക്കൊപ്പം ചേരുകയാണ്. നവീൻ ബാബു അത്രമേൽ കേരളത്തിലെ ഓരോ സാധാരണക്കാരന്റെയും കുടുംബത്തിലെ ഒരംഗത്തെ പോലെയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ തെളിവാണ് ഇന്നലെ ക്രൈമിലേക്ക് വന്ന കാസർഗോഡുകാരിയായ ഒരു അമ്മയുടെ ഫോൺ കോൾ. നവീന്റെ കുടുംബത്തെയോർത്ത് കണ്ണീർ പൊഴിച്ചുകൊണ്ട് ആ ഉമ്മ പറഞ്ഞത് മനുഷ്യ മനസാക്ഷിയെ കീറിമുറിക്കുന്ന വാക്കുകൾ തന്നെയാണ്. നവീന്റേത് ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്ന് അവർ തറപ്പിച്ചു പറയുകയാണ്. തന്റെ അനുജത്തിയെ വർഷങ്ങൾക്ക് മുൻപ് ഭർത്തൃ വീട്ടുകാർ ചേർന്ന് കൊലപ്പെടുത്തിയതും അതൊരു ആത്മഹത്യയാക്കി തീർത്തതും ഇതേപോലെ തന്നെയായിരുന്നുവെന്നും ആ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. നവീന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല എന്നും അദ്ദേഹത്തിന്റെ തലയിൽ ഒരു കെട്ട് പോലും ഉണ്ടായിരുന്നില്ലല്ലോ എന്നും ആ അമ്മ ചോദിക്കുന്നു. സാധാരണഗതിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരു ബോഡിയിൽ കാണുന്ന അടയാളങ്ങളോ തുന്നിക്കെട്ടലുകളോ ഒന്നും തന്നെ ആ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ കേസിലെ സത്യാവസ്ഥ തെളിയണമെന്നും ഭാര്യയ്ക്കും മക്കൾക്കും നീതി വേണമെന്നും ആ ഉമ്മ പറഞ്ഞു. കേരളത്തിലെ ഓരോ സാധാരണക്കാരന്റെയും വാക്കുകളാണ് ഈ ഉമ്മ ഇന്നലെ ഞങ്ങളോട് പറഞ്ഞത്. എപ്പോഴാണ് ആ മനുഷ്യന്റെ കൊലപാതകം എന്ന് മനസ്സിലാക്കല്? ആ രണ്ട് പെൺമക്കളെയും വെച്ചിട്ട് ആ മനുഷ്യൻ തൂങ്ങോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ മക്കളെ? ഒരു വീട്ടമ്മയാണ്, കാസർഗോഡ് നിൽക്കുന്നത്. എനിക്കത് കണ്ടിട്ട് എപ്പോഴും നോക്കുന്ന മാത്രമാണ് ആ കൊലപാതകം തെളിഞ്ഞോന്ന്. ആ നവീൻ ബാബുവിനെ ചിതയിലെടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ തല കണ്ടില്ല. വേറെ പോസ്റ്റ്മോർട്ടം ചെയ്തത് നിങ്ങൾ കണ്ടിട്ട് ശ്രദ്ധിച്ചില്ല? ആ ചിതയിലെടുക്കുന്ന ആ രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പോസ്റ്റ്മോർട്ടം ചെയ്ത തലയാണോ? അവരെ ആടെ ആ കടത്തിയിട്ട് ചുംബിക്കുന്നത്, മഞ്ജൂസ ചുംബിക്കുന്ന ആ മനുഷ്യന്റെ തല നിങ്ങൾ കണ്ടില്ല? ആ പോസ്റ്റ്മോർട്ടം ചെയ്ത തലയാണോ അത്? അവരെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല.
രണ്ട് കൊല്ലം മുമ്പ് എന്റെ ഒരു അനിയത്തി ഇങ്ങനെയാ മരിച്ചത്. എന്നിട്ട് ഒന്നുമില്ലാതെ ഇങ്ങനെ തള്ളിയിട്ട് പോയി. 2 പെൺമക്കളുണ്ട്. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പിന്നെ ബോധം കെടുത്തിയിട്ട് വള്ളത്തിൽ കൊണ്ടിട്ടതാണ്. എന്നിട്ട് പിന്നെ പാതൂർ കുഞ്ഞാമതിന്റെ അവരെ ബന്ധുവാന്നവര്. എന്നിട്ട് ഇങ്ങനെ കൊലക്കേസ് അല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ മുങ്ങി വരണമെന്ന് പറഞ്ഞിട്ട് തള്ളിക്കളഞ്ഞതാണ്. ഞങ്ങൾക്കപ്പൊ ഏടി പോവാനൊന്നും അറിയില്ല. ഇങ്ങനെ പിന്നെ യൂട്യൂബ് ചാനലും ഇതൊന്നും ഇല്ല. നമ്മളും ചെറുതാണപ്പ. ആ സമയത്ത് എന്റെ ഒരു അനിയത്തി ഇങ്ങനെയാണ് മക്കളെ മരിച്ചിട്ട് കൊലപാതകം അല്ലാന്ന് പറഞ്ഞിട്ട് ഓരെല്ലാം രക്ഷപ്പെട്ട് കിടക്കുക. ഇങ്ങനെ രക്ഷപ്പെടാൻ നിങ്ങൾ വിടല്ല മക്കളെ. ആ പൊന്നു മക്കളെ മുഖം കണ്ടിട്ട് ആ മനുഷ്യന് ഒരിക്കലും ചങ്കിന് കുടുക്കിടിയില്ല, ഒരിക്കലും ഇടൂല. ആ മക്കളോട് എത്രയും സ്നേഹം ആ മനുഷ്യനിക്ക്. ആ മനുഷ്യന്റെ മുഖം എന്റെ മനസ്സിൽ ഉറങ്ങുമ്പോ, കിടക്കുമ്പോ, ഇരിക്കുമ്പോ, തുന്നുമ്പോ, നമസ്കരിക്കുമ്പോ എല്ലാം ആ മനുഷ്യന്റെ മുഖാണ് തെളിഞ്ഞു വരുന്നത്. സഹിക്കാൻ പറ്റുന്നില്ല. എന്തിനാ മനുഷ്യന് കൊന്നത്? അതിന് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല മക്കളെ, പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല. നാട്ടുകാർ മുഴുവനും ഒന്ന് ഇറങ്ങിയിട്ട് ഒരു കോടതിയിൽ പിറ്റീസം കൊടുക്കാനും ആണെങ്കിലും ഞാൻ ഒപ്പിടാൻ വരായിരുന്നു. അത്രയും വേദനയുണ്ട്, സഹിക്കാൻ പറ്റുന്നില്ല മക്കളെ. അത് പറയാൻ വിചാരിച്ചിട്ട് എനിക്ക് കഴിയുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. ആ വേദന സഹിക്കാൻ പറ്റുന്നില്ല. എന്തിനാണ് ആ മനുഷ്യനെ കൊന്നു തൂക്കിയത്? എന്തിന്? എന്താവശ്യം? എന്ത് തെറ്റാ മനുഷ്യൻ ചെയ്തത്? കാസർഗോഡ് ഉണ്ടായിരുന്നവരെ ഞാൻ കണ്ടിരുന്നു. ഞാൻ ട്രെയിനിൽ വെച്ചിട്ട് എനിക്ക് ആ മനുഷ്യനെ ഞാൻ കണ്ടിരുന്നു. ആ മുഖം എനിക്ക് ഇന്നും കാണുന്നു. എവിടെയാ നമ്മുടെ വീട്? നമ്മളെ വീട് കാസർഗോഡ് PC റോഡ് എന്ന് പറയും. അവിടെയാ. എന്താ പേര്? ബി ഫാത്തിമയാണ്. ആണല്ലേ. ഉമ്മ നമ്മളിപ്പോ എന്ത് ചെയ്യും? ഇങ്ങനെ ഇവര് ഇങ്ങനെ കൊലപാതകം നടത്തി എന്ത് ചെയ്യും? എന്ത് ചെയ്യും മക്കളെ? ഇങ്ങനെ എന്തിനാ? 2 പെൺമക്കളാണ്, എനിക്ക് 5 പെൺമക്കളാണ്. ആ 2 പെൺമക്കള് ഉമ്മയുടെ സങ്കടം വരുമ്പോ ഞാനും കരയാനും വരുന്ന ഒരു അവസ്ഥയിലാണ്. ആ മക്കളെ പഠിത്തം ആ മക്കളെ അനാഥയാക്കിയിട്ട് ഒരാളും വിട്ടല്ല മക്കളെ. നിങ്ങൾക്ക് കഴിയുന്നത് മുഴുവനും നിങ്ങൾ ചെയ്യണം മക്കളെ. നിങ്ങൾ കഴിയുന്നത് മുഴുവനും ആ കേസ് തെളിഞ്ഞിട്ടെന്ന് കണ്ടെങ്കിൽ നമ്മളെ മനസ്സിന് പുറത്തേക്ക് സമാധാനാവും. തീർച്ചയായിട്ടും. അല്ലാതെ നമ്മളിങ്ങനെ ഏകിയിട്ട് പൊട്ടിപ്പോവും മക്കളെ. കൽബിങ്ങനെ പൊട്ടിപ്പോവും നമ്മളെ. നമ്മൊന്ന് ആർത്ത് പൈരായി പോവും. അത് വിചാരിച്ചിട്ട് അത് എങ്ങനെയാണ് നിങ്ങൾക്ക് എന്താന്ന് ചെയ്യാൻ നിങ്ങള് ആ മനുഷ്യനെ ചെയ്തിട്ടില്ല, പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല മക്കളെ. ആ മനുഷ്യന്റെ തല നിങ്ങൾ കണ്ടിട്ട് മുടിയല്ലതാ നിന്റെ പോലെ തന്നെ നല്ല പാങ്ങനെ കടത്തിയിട്ട് നിങ്ങൾ കണ്ടില്ലേ? ആ ചെതയിലെടുക്കുന്ന സമയത്ത് പോലും ഉണ്ട്. ആ തലയാണ് ഞാൻ ശ്രദ്ധിച്ചത് മുഴുവനും. ഞാൻ ശ്രദ്ധിച്ച ചെതയിലെടുക്കുന്ന അന്ന് റീമാവന്ന് ചെതയിലെടുക്കുന്നെന്ന് പറഞ്ഞിട്ടൊരു പിന്നെ വീഡിയോ ഉണ്ടായിരുന്നു. അതിലും കൂടി ആ തല അങ്ങനെ കാണുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്ത തലയാണോ? ആണോ? പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോ തലയോട് ചെയ്യലില്ലേ? പിന്നെ എവിടെയാ ചെയ്യല്? പിന്നെ എവിടെയാ നോക്കേണ്ടത്? തൂങ്ങി വെച്ചാല് എനിക്കൊന്നും അറിയില്ല. ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ കുറെ ഇസ്ലാമിന്റെ ഖുർആൻ പഠിച്ചിട്ട്, മലയാളം ഞാൻ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. എനിക്കൊന്നും അറിയില്ല. എന്നിരുന്നാലും എന്റെ ഒരു ബുദ്ധിക്ക് ഞാൻ പറയുന്നതാണ്. അത് അങ്ങനെയാണോ? ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത മനുഷ്യനെ കിടത്തിയ ഒരു കടത്താണോ ആ മനുഷ്യനെ കടന്നിട്ടുള്ളത്? എന്ത് കിടക്ക് പോലെയല്ല കിടന്നിട്ടുള്ളത്. ആ മഞ്ജൂസ ചുംബിക്കുന്ന ആ പിന്നെ രംഗം ഒന്ന് കണ്ടു നോക്കി. ആ തല ഒന്ന് എന്ത് മുടിയനെ ഇങ്ങനെ വെച്ച പോലെ തന്നെ പാങ്ങലാതെ അങ്ങനെയുണ്ട്. ഒരു കെട്ട് പോലും ഇല്ല നിനക്ക്. പിന്നെങ്ങനെയാ പോസ്റ്റ്മോർട്ടം ചെയ്തത്? പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് കെട്ടലില്ലേ? അത് കെട്ടിട്ട് കാണുന്നുണ്ടാ? ഇല്ലാലോ. അവർക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. എന്തെന്ന് പറഞ്ഞെങ്കില് പെട്ടെന്ന് ഒരു ഭർത്താവ് പറയുന്ന പിന്നെ വള്ളമാനം സ്റ്റേഷനിലേക്ക് വാ, ഞാൻ വരുന്നുണ്ട്.
അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ആ സ്റ്റേഷനിൽ വന്ന മനുഷ്യന്മാർ കേൾക്കുന്നുണ്ട് മരണം. അപ്പൊ ആ വെപ്രാളത്തിൽ അവർക്ക് ഒന്നും മനസ്സിലായില്ല. എന്ത് ചെയ്യണമെന്നോ എന്താക്കണമെന്നോ എന്തെന്നോ അവർക്ക് ഒരു പിടുത്തം കിട്ടിയില്ല. അല്ലാണ്ട് അവരെന്നെ അത് നോക്കിയത് അപ്പോഴേ അതവർക്ക് കഴിഞ്ഞില്ല. വാസ്തവോ ഈ മക്കളും ഭാര്യയും സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞിട്ട് അവർ വണ്ടിയിൽ ഇറങ്ങുന്നതും കാത്തിട്ട് ഇന്ന് കേൾക്കുന്നു. ആർക്കെങ്കിലും വേറെന്തെങ്കിലും ഒന്നും മനസ്സിലുണ്ടാവോ? ആയിക്കോട്ടെ പറഞ്ഞു നിങ്ങൾക്ക് കഴിഞ്ഞതും തീർച്ചയായിട്ടും ഇതിനു വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും. ഓക്കെ, ഫൈറ്റ് ചെയ്യുന്ന മാത്രമല്ല ഞങ്ങൾ ദുആ ചെയ്യും. തീർച്ചയായിട്ടും ഞങ്ങൾ ദുആ ചെയ്യും. അത് കാട്ടിക്കണം. അന്നെങ്കിലും കൂടി ഭാര്യക്കും മക്കൾക്കും ഒരു സമാധാനം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ദുആ ചെയ്യും.